ഇപ്പോൾ വി ദിലീപ് കുമാർ നമ്മുടെ യുദ്ധകാര്യ നിരീക്ഷകൻ കൂടി ചേരുന്നു. ദിലീപ്, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്? SKN പാകിസ്ഥാൻ ഇന്ന് പ്രധാനമായും ലക്ഷ്യമിട്ടിരുന്നത് ജമ്മു കശ്മീർ, പഞ്ചാബ്, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലെ തന്ത്രപ്രധാന മേഖലകളെയാണ്, സൈനിക താവളങ്ങളെയാണ്. ഇക്കാര്യം സേന തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവരുടെ പാകിസ്ഥാന്റെ ഈ ലക്ഷ്യം പരാജയപ്പെടുത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞു. മാത്രമല്ല, ആൾനാശമില്ലാതെ തന്നെയാണ് ഇത് പരാജയപ്പെടുത്തിയത് എന്ന കാര്യവും സൈന്യം ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ്. ഈ സ്ഥലങ്ങളിലെ സൈനിക താവളങ്ങളായിരുന്നു പാകിസ്ഥാൻ ഇന്ന് ലക്ഷ്യമിട്ടിരുന്നത്. ഇന്നലെയും അർദ്ധരാത്രി നടത്തിയ ആക്രമണത്തിലും പാകിസ്ഥാൻ സൈനിക താവളങ്ങളെയാണ് ലക്ഷ്യമിട്ടത്. പക്ഷേ അവർക്ക് ഒരിടത്ത് പോലും അവരുടെ ലക്ഷ്യം അവർക്ക് അത് നടപ്പാക്കാനായില്ല. പക്ഷേ ഇന്ത്യ പൂർണ്ണമായും പാകിസ്ഥാനെ ഈ കാര്യത്തിൽ പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. ഇന്നും പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകുകയാണ് ഇന്ത്യ ചെയ്തത്. 3 പാക് പോർ വിമാനങ്ങൾ, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവരുടെ പോർ വിമാനങ്ങളിലെ മുന്നണി പോരാളികൾ എന്ന് പറയുന്ന F-16, JF-17 എന്നീ 2 വിമാനങ്ങൾ ചൈനീസ് നിർമ്മിതമാണ്. JF-17 വിമാനം, F-16 അമേരിക്കൻ നിർമ്മിത വിമാനം, ഈ 3 വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നത് മാത്രമല്ല, പാകിസ്ഥാന്റെ വ്യോമ നിരീക്ഷണ വിമാനമായ അവാക്സ്, അത് വായുവിൽ തന്നെ, ആകാശത്ത് തന്നെ പറന്ന് അത് ആകാശത്ത് നിന്ന് വ്യോമ നിരീക്ഷണം നടത്തുന്ന ഒരു സംവിധാനമാണ്. അതിനെ തകർത്തു. മിസൈലുകൾ, ഇന്ത്യ 8 മിസൈലുകൾ തകർത്തു. നിരവധി സ്ഥലത്ത് ഡ്രോണുകൾ തകർത്തു. ഈ മിസൈലുകളിൽ കൂടുതലും ഭൂതല മിസൈലുകളാണെന്ന് സേന അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ പാകിസ്ഥാന്റെ ഇന്നത്തെ അവർ ഉദ്ദേശിച്ച ആക്രമണം, ആ പദ്ധതിയെ അപ്പാടെ പൊളിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ സൈന്യം. SKN. ദിലീപ് കുമാർ, താങ്ക് യു. ഇപ്പോൾ അച്യുതൻ കൂടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ചാവേർ ആക്രമണ വാർത്ത തെറ്റാണ് എന്ന് സേന പറയുന്നു. കൂടുതൽ വിവരങ്ങൾ എന്താണ് അച്യുതൻ? SKN ഈ മണിക്കൂറിൽ വരുന്ന പുതിയ വിവരം എന്നുള്ളത് പത്താൻകോട്ടിലും രജൌരിലും നടത്തിയ ചാവേർ ആക്രമണങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ പൂർണ്ണമായും തെറ്റാണ് എന്ന് സൈന്യം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ രാജ്യത്തുടനീളമുള്ള എല്ലാ വിമാനത്താവളങ്ങൾക്കും നിർദ്ദേശം കൈമാറിക്കഴിഞ്ഞു. അതായത് വിമാനത്താവളങ്ങൾക്കും വിമാന കമ്പനികൾക്കും സുരക്ഷാ നടപടികൾ ശക്തിപ്പെടുത്തുവാനുള്ള നിർദ്ദേശമാണ് സിവിൽ ഏവിയേഷൻ മിനിസ്ട്രി നൽകിയിരിക്കുന്നത്. അതായത് അതിൽ പറയുന്ന കാര്യങ്ങൾ, ടെർമിനൽ കെട്ടിടങ്ങളിലേക്കുള്ള സന്ദർശക പ്രവേശനം അത് പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നു. എയർ മാർഷലുകളെ നിയോഗിക്കും എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. അതായത് വിമാനത്താവളങ്ങളിൽ സുരക്ഷാ നടപടികൾ ഇതിനോടകം തന്നെ കൈക്കൊള്ളാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ മിസൈൽ ആക്രമണം പാകിസ്ഥാനെതിരെ ആരംഭിച്ചു എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാവുന്നുണ്ട്. അങ്ങനെ പാകിസ്ഥാൻ ഏതു തരത്തിലുള്ള പ്രകോപനം സൃഷ്ടിച്ചാലും അതിന് കൃത്യമായ മറുപടി നൽകും എന്നത് വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഇപ്പോൾ എക്സ്പോസ്റ്റിൽ കുറിച്ചിരിക്കുകയാണ്. അതായത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഇപ്പോൾ ഇസ്ലാമാബാദിൽ ഇന്ത്യൻ പ്രഹരം ഉണ്ടായി എന്ന വാർത്ത വരുമ്പോൾ വിജയകുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നു. വിജയകുമാർ, എന്താണ് ഇസ്ലാമാബാദിൽ നിന്ന് വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്? SKN അത് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇസ്ലാമാബാദിൽ ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചാണ് ഇസ്ലാമാബാദിൽ ഇന്ത്യ ആക്രമണം നടത്തിയത് എന്നാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. ലാഹോർ, സിയാൽകോട്ട്, കറാച്ചി, ഇസ്ലാമാബാദ്, ഈ 4 നഗരങ്ങൾ ഇപ്പോൾ ഇന്ത്യയുടെ മിസൈൽ വർഷമാണ്. ഇസ്ലാമാബാദ് പാകിസ്ഥാന്റെ തലസ്ഥാനമാണ്. അപ്പോൾ പാകിസ്ഥാന്റെ തലസ്ഥാനത്തേക്ക് ഇന്ത്യൻ മിസൈലുകൾ തൊടുത്തിരിക്കുകയാണ്. കറാച്ചിയിൽ ഇന്ത്യയുടെ ആക്രമണമുണ്ട്. കറാച്ചി, സിയാൽകോട്ട്, ലാഹോർ, ഇസ്ലാമാബാദ്, പാകിസ്ഥാന്റെ 4 പ്രധാനപ്പെട്ട നഗരങ്ങൾ ഇന്ത്യയുടെ മിസൈൽ വർഷത്തിൽ അവിടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന വിവരമാണ് വരുന്നത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. ഇന്ത്യൻ സൈഡിൽ ഇതുവരെ ആളപായത്തിൻ്റെ, ആൾനാശത്തിൻ്റെ ഒരു റിപ്പോർട്ടുകളുമില്ല എന്ന് ആർമി, ഇന്ത്യൻ കരസേന ഔദ്യോഗികമായി അറിയിക്കുന്നുണ്ട്. ഏതായാലും ഇന്ത്യയുടെ നീക്കങ്ങൾ കുറെ കൂടി കടുത്തിട്ടുണ്ട്. അത് ഇസ്ലാമാബാദിലേക്ക്, കറാച്ചിയിലേക്ക്, ലാഹോറിലേക്ക്, സിയാൽകോട്ടിലേക്ക് ഇന്ത്യയുടെ ആക്രമണം എത്തിയിരിക്കുന്നു. ഇന്ത്യൻ മിസൈലുകൾ പാകിസ്ഥാന്റെ തലസ്ഥാന നഗരിയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സ്ഥിരീകരിച്ച് നൽകാൻ കഴിയുന്നത്.